താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ US-ഇറാൻ സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. കരാറിലേക്ക് എത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇറാൻ കടുത്ത നിലപാടിൽ തുടരുകയാണ്. ഇതിനിടെ കൃത്യമായ കണക്കെടുപ്പില്ലാതെ കേന്ദ്ര സർക്കാർ 54,282.32 കോടി രൂപ ചെലവഴിച്ചതായി CAG റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ സംബന്ധിച്ച് പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. അതേസമയം ആപ്പിളിന്റെ CEO സ്ഥാനത്ത് നിന്ന് ടിം കുക്ക് പടിയിറങ്ങുന്നുവെന്ന മറ്റൊരു പ്രധാന വാർത്തയും പുറത്തുവരികയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഒരു മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ US-ഇറാൻ സമാധാന ചർച്ച അനിശ്ചിതത്വത്തിൽ. സമാധാന കരാറിന് തയ്യാറാകണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തള്ളി ഇറാൻ രംഗത്തെത്തി. ഭീഷണിപ്പെടുത്തി ചർച്ച നടത്താമെന്ന് ആരും കരുതേണ്ട. ഭീഷണിയുടെ നിഴലിൽ ചർച്ചയ്ക്ക് സന്നദ്ധരല്ലെന്നും ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബദ് പറഞ്ഞു. ബുധനാഴ്ചയ്ക്ക് മുൻപ് കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബുകൾ വർഷിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഹോർമുസിൽ ഇറാനിയൻ കപ്പൽ US സേന പിടിച്ചെടുത്തതാണ് സമാധാന നീക്കങ്ങളെ തകിടം മറിച്ചത്. വെടിനിർത്തലിനിടയിലും ഇറാന്റെ കപ്പലുകൾക്ക് അമേരിക്ക നാവിക ഉപരോധം ഏർപ്പെടുത്തിയതും ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ആപ്പിൾ CEO സ്ഥാനത്ത് നിന്ന് ടിം കുക്ക് പടിയിറങ്ങുന്നു. ജോൺ ടെർനസ് പുതിയ CEO ആയി ചുമതലയേൽക്കും. നിലവിൽ അദ്ദേഹം ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് സീനിയർ വൈസ് പ്രസിഡന്റ് ആണ്. സെപ്റ്റംബർ 1 മുതലാണ് അദ്ദേഹം സ്ഥാനമേൽക്കുക. സ്റ്റീവ് ജോബ്സിന് ശേഷം 2011 മുതൽ കഴിഞ്ഞ 15 വർഷം ടിം കുക്ക് ആപ്പിളിന് നേതൃത്വം നൽകി. ഇക്കാലയളവിൽ കമ്പനിയുടെ വിപണി മൂല്യം 20 ഇരട്ടി വർദ്ധിച്ച് $4 ട്രില്യൺ. CEO സ്ഥാനത്ത് നിന്നും മാറിയാലും ടിം കുക്ക് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി തുടരും. കൃത്യമായ കണക്കില്ലാതെ കേന്ദ്ര സർക്കാർ 54,282.32 കോടി രൂപ ചെലവഴിച്ചെന്ന് CAG റിപ്പോർട്ട്. 2024-25 സാമ്പത്തിക വർഷത്തെ സർക്കാരിന്റെ കണക്കുകൾ സംബന്ധിച്ച പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിലാണ് CAGയുടെ ഈ വെളിപ്പെടുത്തൽ. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും പണം ചെലവാക്കിയിട്ട് വിനിയോഗ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടില്ലെന്നും കണക്കുകൾ തെറ്റായാണ് വർഗീകരണം നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2025 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം 54,282.32 കോടി രൂപയുടെ 33,973 വിനിയോഗ സർട്ടിഫിക്കറ്റുകളാണ് സർക്കാർ ഹാജരാക്കാനുള്ളത്. അതിൽ 38,278.52 കോടി രൂപ കഴിഞ്ഞ 3 വർഷത്തിൽ ചെലവഴിച്ചതാണ്. ആ വകയിൽ 13,926 സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകരുടെ എണ്ണം കുതിച്ചുയർന്നു. പദ്ധതി തുടങ്ങിയ ഫെബ്രുവരിയിൽ 10.05 ലക്ഷം അപേക്ഷകരായിരുന്നു. ഇപ്പോൾ 18.18 ലക്ഷം പേരാണ് അപേക്ഷകരായി ഉള്ളത്. 35 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷൻ അപേക്ഷിക്കാം. അപേക്ഷകർ കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. പെൻഷൻ വിതരണത്തിന് സർക്കാരിന് ചെലവാകുന്നത് പ്രതിമാസം 181 കോടിയിലേറെ രൂപയാണ്. ഫെബ്രുവരിയിൽ 100.5 കോടി രൂപയും മാർച്ചിൽ 16.24 ലക്ഷം പേർക്ക് 162.41 കോടിയും പെൻഷനായി നൽകിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ വിതരണം ഉടൻ തുടങ്ങും. കണ്ണൂർ ദുബായ് ടിക്കറ്റ് ചാർജ് കുത്തനെ ഉയർന്നു. ഇടവേളയ്ക്ക് ശേഷം മെയ് 1 മുതലാണ് കണ്ണൂർ ദുബായ് സർവീസ് ആരംഭിക്കുന്നത്. 58,000 രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് ചാർജ്. സാധാരണ 20,000 രൂപയ്ക്ക് താഴെയാണ് ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. കഴിഞ്ഞ ദിവസമാണ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയത്. 2 ആഴ്ചയോളം ടിക്കറ്റ് നിരക്ക് 50,000 രൂപയ്ക്ക് മുകളിലാണ്. നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന പ്രവാസികൾ ടിക്കറ്റ് നിരക്ക് ഉയർന്നതോടെ വൻ പ്രതിസന്ധിയിലായി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ വോട്ടെണ്ണൽ കഴിയുന്നതുവരെ തുറക്കരുതെന്ന നിർദ്ദേശം നൽകി സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കർ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സീൽ ചെയ്യാത്ത മുറികളും തുറക്കേണ്ടതില്ല എന്നാണ് നിർദ്ദേശം. പേരാമ്പ്ര, നെന്മാറ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ജില്ലകളിലെ മുഖ്യ വരണാധികാരികളായ ജില്ലാ കലക്ടർമാർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.
പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം കൺവെൻഷൻ സെന്ററിലെ മെറ്റീരിയൽ റൂം തുറന്നത് വിവാദമായിരുന്നു. എന്നാൽ JDTയിലെ സ്ട്രോങ് റൂം തുറന്നു എന്ന വാർത്ത തെറ്റാണെന്ന് പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർ വിശദീകരിച്ചിരുന്നു. പശ്ചിമ ബംഗാളിലെ ഒന്നാംഘട്ട വോട്ടെടുപ്പും തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ഇരു സംസ്ഥാനങ്ങളിലെയും ആവേശകരമായ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ടോടെ അവസാനിക്കും. ഏപ്രിൽ 23-നാണ് പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ടവും തമിഴ്നാട്ടിലെ ഒറ്റഘട്ട വോട്ടെടുപ്പും നടക്കുന്നത്. ബംഗാളിലെ 152 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലെത്തുന്നത്. SIR നടപടികൾക്ക് ശേഷം പുതുതായി 3.22 ലക്ഷം വോട്ടർമാരെ കൂടി ബംഗാളിലെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാളിലെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 29-ന് നടക്കും. പ്രചാരണത്തിന്റെ അവസാന ദിനമായി ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ബംഗാളിലെ വിവിധയിടങ്ങളിൽ വൻ റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലും 234 മണ്ഡലങ്ങളിലേക്കുള്ള പോരാട്ടം മുറുകുകയാണ്. സംസ്ഥാനത്ത് ഇതുവരെ 1212.74 കോടി രൂപയുടെ പണവും മറ്റ് സമ്മാനങ്ങളും പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഏപ്രിൽ 9-ന് തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. മെയ് 4-നാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ. UAEയിലെ ഇന്ത്യൻ എംബസിയുടെയും ദുബായ് കോൺസുലേറ്റിന്റെയും പാസ്പോർട്ട്, വിസ ഉൾപ്പെടെയുള്ള കോൺസുലാർ സേവനങ്ങളുടെ കരാർ ഇനി അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന്. വർഷങ്ങളായി ഈ സേവനങ്ങൾ നൽകി വന്നിരുന്ന BLS ഇന്റർനാഷണലിന് പകരമാണ് മലയാളി സംരംഭമായ അൽ ഹിന്ദ് ഈ നിർണായക കരാർ സ്വന്തമാക്കിയത്. ഏപ്രിൽ 20-ന് പുറത്തിറക്കിയ ഔദ്യോഗിക അറിയിപ്പിലാണ് എംബസി ഇക്കാര്യം വ്യക്തമാക്കിയത്. പാസ്പോർട്ട്, വിസ, OCI, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, സറണ്ടർ സർട്ടിഫിക്കറ്റ്, ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം വെരിഫിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഇനി അൽ ഹിന്ദ് വഴിയായിരിക്കും ലഭ്യമാവുക. 2025 നവംബറിൽ ആരംഭിച്ച ടെൻഡർ നടപടികൾക്കൊടുവിലാണ് അൽ ഹിന്ദിനെ തെരഞ്ഞെടുത്തത്. അവസാന ഘട്ടത്തിലെത്തിയ 4 കമ്പനികളിൽ ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയത് അൽ ഹിന്ദ് ആയിരുന്നു. കരാർ ഔദ്യോഗികമായി കൈമാറിയെങ്കിലും പുതിയ സംവിധാനം എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന തീയതി എംബസി പ്രഖ്യാപിച്ചിട്ടില്ല. അതുവരെ നിലവിലെ സേവന കേന്ദ്രങ്ങൾ തുടരും എന്നാണ് സൂചന. ദീർഘകാലങ്ങളായി UAEയിലെ ഇന്ത്യൻ പ്രവാസികളുടെ കോൺസുലാർ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് BLS കേന്ദ്രങ്ങളായിരുന്നു. UAEയിലുടനീളം ശാഖകളുള്ള അൽ ഹിന്ദ് കരാർ ഏറ്റെടുക്കുന്നതിലൂടെ സേവനങ്ങൾ കൂടുതൽ സുഗമമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. മണിപ്പൂരിൽ വീണ്ടും ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നു. രാവിലെ മണിപ്പൂരിലെ കോങ്ജോങ്ങിലാണ് ഭൂചലനമുണ്ടായത്. രാവിലെ 5:59ഓടെയാണ് ഭൂചലനമുണ്ടായത്. ഉറങ്ങിക്കിടന്നിരുന്ന പ്രദേശവാസികൾ ഭയന്ന് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഉപരിതലത്തിൽ നിന്ന് 62 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. എന്നാൽ വലിയ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഇല്ല. കഴിഞ്ഞ ദിവസം ജപ്പാനിൽ വൻ ഭൂചലനമുണ്ടായിരുന്നു. അധികൃതർ സുനാമി മുന്നറിയിപ്പും അവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിലെ താപനിലയിലുണ്ടാകുന്ന എൽ നിനോ പ്രതിഭാസം ഇന്ത്യൻ കൃഷിയെ കാര്യമായി ബാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ. മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ, ജലസംഭരണികളിലെ ഉയർന്ന ജലനിരപ്പ്, കർഷകർക്കിടയിലെ വർദ്ധിച്ച അവബോധം എന്നിവ എൽ നിനോയെ നേരിടാൻ കരുത്തു പകരും എന്നാണ് വിലയിരുത്തൽ. ജൂണിൽ ആരംഭിക്കുന്ന ഖാരിഫ് കൃഷി സീസണിന് മുന്നോടിയായി കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ വിലയിരുത്തൽ. പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലം ചൂടാകുന്ന എൽ നിനോ പ്രതിഭാസം തെക്കൻ ഏഷ്യയിലെ മൺസൂൺ ക്രമത്തെ തെറ്റിക്കാറുണ്ട്. മഴയെ ആശ്രയിച്ചു കഴിയുന്ന പ്രദേശങ്ങളിൽ ഇത് വരൾച്ചാ സാധ്യത വർദ്ധിപ്പിക്കുകയും സർക്കാരിന്റെ കൃത്യമായ തയ്യാറെടുപ്പുകൾ ഇതിനെ നേരിടാൻ പ്രാപ്തമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. മെയ് അവസാനത്തോടെ പുറത്തുവരുന്ന അന്തിമ കാലാവസ്ഥാ പ്രവചനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 14,235 രൂപയും പവന് 1,13,880 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,695 രൂപയും പവന് 93,560 രൂപയുമാണ്. വെള്ളി 265 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുകയാണ്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി സഫ്വാൻ ചേരും. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.